ജില്ലാ വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത്തരം ഓപ്പറേഷനുകൾ അനിവാര്യമായി വരുന്നു. കമൽ തുടരുന്നുണ്ട്. കമൽ, ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ വയനാട്ടിലെ ഈ വന്യജീവി ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അത് പുലിയും കടുവയും മാത്രമല്ല, കഴിഞ്ഞ ദിവസം കരടിയുടെ ആക്രമണമുണ്ടായിരുന്നു. ഓരോ ദിവസവും അവിടുത്തെ പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നമായി മാറുകയാണ്. ഇന്ന് രാവിലെ ഈ നഗരമേഖലയിൽ ഇങ്ങനെ ആന ഇറങ്ങി, സാധാരണ ഈ മാനന്തവാടി നഗരത്തിൽ ആന ഇറങ്ങാറില്ലല്ലോ ഈ സമീപകാലത്തൊന്നും. അങ്ങനെ ഇറങ്ങി എന്ന് കേട്ടപ്പോൾ എന്ത് തോന്നി? നേരം പുലർന്നപ്പോൾ തന്നെ കമൽ അവിടെ എത്തുകയും ചെയ്തു. ആ വിഷയത്തിന്റെ ഗൗരവം അത്രത്തോളം വലുതാണ് എന്ന ബോധ്യത്തിലല്ലേ അത്? രതീഷ്, തീർച്ചയായും ഈ എടവക പഞ്ചായത്തിലെ പായോട് ആന ഇറങ്ങി എന്നാണ് ആദ്യം വിവരം ലഭിക്കുന്നത്. ഒരു ജനവാസ മേഖലയാണെങ്കിൽ കൂടി ആന ഒരു ശ്മശാനത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ആദ്യം ലഭിച്ചത്. അപ്പോൾ ഞാൻ അല്പം ആശ്വാസത്തിലായിരുന്നു. കാരണം അതൊരൊറ്റപ്പെട്ട സ്ഥലമായിരിക്കാം, അവിടെ ആന തുടരും, ഏതെങ്കിലും രീതിയിൽ വനത്തിലേക്ക് തിരിച്ചയക്കാം. പക്ഷെ പിന്നീട് ലഭിച്ച വിവരം ആന മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മാനന്തവാടി KSRTC ബസ് സ്റ്റേഷന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് കേട്ടതോടെയാണ് അതിന്റെ ഒരു ഗൗരവം മനസ്സിലായത്. നഗരമേഖലയിലേക്ക് ആന എത്തുന്നു എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ആ സമയത്ത് ഓടിയെത്തുന്നത് ടൗണിലേക്ക്. ഓടിയെത്തുമ്പോൾ ടൗണിന്റെ ടൗൺ തുടങ്ങുന്ന ഭാഗത്താണ് ഈ കോടതി, പോലീസ് സ്റ്റേഷൻ, താലൂക്ക് ഓഫീസ്, അതുപോലെ വനംവകുപ്പിന്റെ ഗസ്റ്റ് ഹൗസ്, മിനി സിവിൽ സ്റ്റേഷൻ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിലാണ്. അവിടെയാണ് ആന ഉള്ളതെന്ന് പറയുന്നു. അപ്പോഴും ആന ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണെന്നുള്ളൊരു ധാരണ ആന നമ്മുടെ മുന്നിൽ വരുന്നത് വരെ നമുക്കില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ആന നേരെ മുന്നിൽ വരുന്നത്. ആന താലൂക്ക് ഓഫീസിന് മുന്നിൽ കൂടിയൊക്കെ പോയി മിനി സിവിൽ സ്റ്റേഷന്റെ മുറ്റത്ത് കൂടി ഇറങ്ങി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കൂടെ ഈ താഴെ ചതുപ്പ് സ്ഥലത്തേക്ക് എത്തുന്നത്. ആ ഒരു മണിക്കൂറോളം ഏതാണ്ട് മാനന്തവാടിയെ ശരിക്കും ആകെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു ആന. പക്ഷേ രാവിലെ മുതൽ അക്രമ സ്വഭാവം കാണിച്ചിട്ട് ഇല്ല എന്നതായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം. ഈ നേരം വരെ ആന ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവം കാണിച്ചില്ല. ഈ ചതുപ്പിൽ ഇറങ്ങിയതിനു ശേഷം പോലും അത് ആ വാഴയിലൂടെ മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായി വാഴ കുറച്ച് നശിപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു രീതിയിലുള്ള അക്രമ സ്വഭാവവും ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ്. പക്ഷേ രതീഷ് പറഞ്ഞതുപോലെ ഇതൊരു ആശങ്ക തന്നെയാണ്. ഒരു കാട്ടാന ജനവാസ മേഖലയിൽ രാവിലെ പാലും കൊണ്ടുപോകുന്ന കർഷകന്റെ മുന്നിൽ കാട്ടാന എത്തുന്നു. കോഴിയെ ഇറക്കാൻ പോകുന്ന വണ്ടിക്കാരുടെ മുന്നിലൂടെ കാട്ടാന മുറിച്ചു കിടക്കുന്നു. കുട്ടികൾ സ്കൂളിൽ ഭദ്രതയിൽ പോകാനൊക്കെ അതിരാവിലെ ഇറങ്ങുന്നതാണ്. ഒരു 8 മണി വരെയൊക്കെ വലിയ മൂടൽ മഞ്ഞായിരിക്കും വയനാട്ടിന്റെ പല ഭാഗത്തും. രാവിലേക്ക് വ്യക്തമായ ഒരു കാഴ്ച പോലും ഉണ്ടാകില്ല. ആ സമയത്ത് കുട്ടികളൊക്കെ മദ്രസയിൽ പോകാനൊക്കെ ഇറങ്ങുന്ന മേഖലയൊക്കെയാണ് ഈ പ്രദേശങ്ങളൊക്കെ. അവരുടെയൊക്കെ സ്റ്റേഷന് മുന്നിൽ നിന്ന് കമൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആന പ്രധാനപ്പെട്ട റോഡിലൂടെ പോകുമ്പോൾ തൊട്ടടുത്ത കോളേജ്, അതിനപ്പുറത്തെ വിദ്യാലയം, അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. രതീഷ്, കുട്ടികളൊക്കെ എത്തി തുടങ്ങിയിരുന്ന കാരണം 7:30 ക്ലാസ് തുടങ്ങുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഉണ്ട് ടൗണിൽ. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ, പിന്നെ നമുക്കറിയാം +2 വിദ്യാർത്ഥികൾക്കൊക്കെ രാവിലെ 8 മണിക്കൊക്കെ ക്ലാസ് തുടങ്ങും. അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ പലരും ടൗണിലേക്ക് എത്തിയിരുന്നു. ഈ പ്രദേശം അവിടെ നിന്ന് ഒരു 100 മീറ്റർ കൂടി പോയാൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു ആന എത്തുക. അത് വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയിലേക്കും ആന ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ആളുകൾ ഭയന്ന് ഓടിയൊക്കെ വലിയ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു ടൗണിലേക്ക് എത്തിയിരുന്നെങ്കിൽ. മാത്രമല്ല, മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വളരെ അടുത്ത് ആന എത്തിയിരുന്നു. ഒരു കുന്നുകൂടി കയറിയിരുന്നെങ്കിൽ ആശുപത്രി വളപ്പിലേക്ക് വരെ ആന എത്തിയനെ. അത്തരത്തിൽ വലിയ പരിഭ്രാന്തിയാണ് ഇത് പരത്തുന്നത്. നേരത്തെ രതീഷ് കരടിയുടെ കാര്യം പറഞ്ഞു. കരടിയും ഇതുപോലെ മനുഷ്യന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള അക്രമ സ്വഭാവം ഒന്നും കാണിച്ചിരുന്നില്ല. ആളുകളെ കാണുമ്പോൾ ഓടി മാറുകയായിരുന്നു. പക്ഷെ ആളുകൾ ഇതൊക്കെ എങ്ങനെ ഞെട്ടാതിരിക്കും അല്ലെങ്കിൽ ഭയപ്പെടാതിരിക്കും? വാതിലിൽ മുട്ട കേൾക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ കരടിയാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ് സ്ഥിതി? അതും ഇതുപോലെ പൂർണ്ണമായും ജനവാസ മേഖല, വനവുമായോ വനത്തിന്റെ അതിർത്തിയിലൊന്നുമുള്ള ആളുകളല്ല. വനാതിർത്തിയിലൊക്കെ രാത്രിയൊക്കെ ആന വരും, ആ ഒച്ച കേട്ടാൽ ആനയായിരിക്കും എന്നൊക്കെ ആളുകൾ പ്രതീക്ഷിക്കും. പക്ഷെ ഇത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നുമല്ല. പൂർണ്ണമായും നഗരമേഖല. എടവക പഞ്ചായത്തിൽ 1 ഇഞ്ച് വനഭൂമി പോലുമില്ല. പൂർണ്ണമായും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസും ഗവൺമെന്റ് കോളേജും അതുപോലെ BEd സെന്ററും അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലം. അവിടെയൊന്നും ഇത്തരത്തിലൊരു കാട്ടാന പുലർച്ചെ വീട്ടിന് മുന്നിൽ വരുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കില്ലല്ലോ. അത്തരം സ്ഥലങ്ങളിലാണ് ഈ ആനയും കരടിയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊന്നും ഈ മൃഗങ്ങൾ അക്രമ സ്വഭാവം കാണിച്ചില്ലെങ്കിൽ കൂടി ആളുകൾ വല്ലാതെ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഈ കരടിയുടെ കാര്യത്തിലും അത് തന്നെയായിരുന്നു. പല വീടുകളുടെയും അടുക്കള വാതിലൊക്കെ പൊളിച്ച് കരടി അകത്ത് കയറുന്നു. ഇതൊക്കെ ആളുകളെ പേടിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതായിരുന്നു, ഈ മദ്രസയിൽ പോകുന്ന കുട്ടികളുടെ മുന്നിലൊക്കെ, ചെറിയ കുട്ടികളുടെ മുന്നിലൊക്കെ പെട്ടെന്ന് ആന വന്നാൽ ആ കുട്ടികളുടെ മാനസിക നിലയെ പോലും ബാധിക്കുന്ന രീതിയിൽ കുട്ടികൾ പേടിച്ചു പോകും. ഇത് ഇന്നിപ്പോ രാവിലെ കോഴിയെ കൊണ്ടുപോകുന്ന ആളുകൾ കണ്ടു, അല്ലെങ്കിൽ ക്ഷീരകർഷകർ കണ്ടു. ഇത് കാണാതെ, ഇത് അറിയാതെ വരുന്ന കുട്ടികളുടെ മുന്നിലേക്കൊക്കെ കാട്ടാന എത്തുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഭയമുണ്ടാക്കും. അത്തരം ത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നാട് കടന്നുപോയത്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ലൈവിൽ വായിച്ചിരുന്നു.
മാനന്തവാടിയിൽ തിങ്കളാഴ്ച രാവിലെ കരടി, ചൊവ്വാഴ്ച പുലി, ബുധനാഴ്ച കടുവ, വ്യാഴാഴ്ച ആന എന്നുള്ള സ്ഥിതിയിലാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുള്ള പോസ്റ്റുകളടക്കം രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പൂർണ്ണമായും ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ വനത്തിൽ നിന്ന് വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ പോലും വന്യജീവികൾ എത്തുന്നത് വലിയ രീതിയിൽ ആളുകളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനം, പല കാരണങ്ങൾ ഇതിനുണ്ടാകാം. പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായ പഠനങ്ങളോ അതിനുള്ള പരിഹാര മാർഗങ്ങളോ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് വന്യജീവികൾ കാടിറങ്ങുന്നു എന്നതിനെക്കുറിച്ചും ഒരുപക്ഷെ ആനയടക്കമുള്ള ജീവികളുടെ സഞ്ചാരപാതകൾ തടസ്സപ്പെടുന്നതാകാം. അത് റീസ്റ്റോർ ചെയ്യാനുള്ള നടപടികളുണ്ടോ? ഇതിന് ശാസ്ത്രീയമായ പരിഹാരം, ആനകളെ ഇറങ്ങിയതിനു ശേഷം ഈ കടുവയും ആനയൊക്കെ പിടികൂടുന്നുണ്ട്. പക്ഷെ അത് മാത്രം കൊണ്ട് പരിഹാരമാവുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കരടിയെ പോലെയുള്ള വന്യമൃഗങ്ങളെയൊന്നും പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ കണ്ടിട്ട് പോലുമില്ല. അത്തരം മൃഗങ്ങൾ പോലും നാട്ടിലിറങ്ങുന്നു. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നതിൽ ആശങ്കയുണ്ട്. അതുപോലെ നാട്ടിൽ ഇറങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ കൃത്യമായ ഇതിനുള്ള സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ മുതൽ ഈ സുൽത്താൻ ബത്തേരിയിലെ ദൗത്യ സംഘത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് പ്രശംസിച്ചു. പക്ഷേ ഇപ്പോഴുള്ള അവസ്ഥ എന്താ വെച്ചാൽ കേരളത്തിൽ എവിടെ ഇത്തരമൊരു പ്രശ്നം ഉണ്ടായാലും ഈ ഒരു ദൗത്യ സംഘം എത്തേണ്ടതുണ്ട്, ഇവിടെ നിന്നുള്ള ആളുകൾ എത്തേണ്ടതുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം. വയനാട്ടിൽ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ 3 വനം ഡിവിഷനുകളുണ്ട്. വൈൽഡ് ലൈഫിന്റെ ഒരു ഡിവിഷനുണ്ട്, വന്യജീവി സങ്കേതം ആയിട്ടുള്ള ഒരു ഡിവിഷനുണ്ട്, നോർത്ത് വയനാടുണ്ട്, സൗത്ത് വയനാടുണ്ട്. ഈ 3 ഡിവിഷനിലും ഇത്തരത്തിലുള്ള സംഘങ്ങൾ വേണ്ട ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ പിടിക്കുന്ന മൃഗങ്ങളെ, ഇപ്പൊ കടുവയാണെങ്കിൽ കൊണ്ടിടാൻ സ്ഥലമില്ല. ഈ കുപ്പാടിയിലുള്ള സംരക്ഷണ കേന്ദ്രത്തിൽ 6 കടുവകളുണ്ട്. അവസാനമായി പിടിച്ച 2 കടുവകളെ സൂവിലേക്കാണ് കൊണ്ടുപോയത്. ഇത്തരത്തിൽ മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ അവയെ പിടികൂടാനോ അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് മാറ്റാനോ ഇത്തരം സംവിധാനങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ വനംവകുപ്പിലൊക്കെ ഇപ്പോൾ നടക്കുന്നത് വാച്ചർമാരെയൊക്കെ, ഒരു പ്രായം കഴിഞ്ഞ വാച്ചർമാരെ മുഴുവൻ പിരിച്ചുവിടാനാണ് വനം മന്ത്രി ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉത്തരവിട്ടത്. കാരണം വാച്ചർമാരെ സംബന്ധിച്ച് അവർ താൽക്കാലിക വാച്ചർമാരാണ്. പക്ഷേ അവർക്ക് റിട്ടയർമെന്റ് ഏജില്ല. വളരെ പരിചയസമ്പന്നരായ വർഷങ്ങളായി വനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ് പിരിച്ചുവിടാനും പുതിയ ആളുകളെ നിയമിക്കാനും ഒക്കെ വിചിത്രമായ ഉത്തരവുകളൊക്കെ വനമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിനെ ഏറ്റവും സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു സമയത്ത് ദുർബലപ്പെടുത്തുന്ന പല തീരുമാനങ്ങളും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു.